ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൽ തന്നെ നമ്മളെ പ്രോ ആക്കാൻ വേണ്ടിയുള്ള ഹിഡൻ ഫീച്ചേഴ്സായിട്ടാണ്. ഈ ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പരമാവധി ഇത് ഓൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എല്ലാം വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തിനാണ് അത് ചെയ്യണം, എന്താ ഗുണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പരമാവധി ഇത് ഫുള്ളിരുന്ന് കാണാൻ നോക്കുക വീഡിയോ. പിന്നെ ഇത് അറിയാവുന്നവർക്ക് വേണ്ടിയുള്ള വേറെ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് റെഡിയും കോഡ് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആ റെഡിയും കോഡ് എടുത്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. മൈൻക്രാഫ്റ്റ് ഇതുവരെ പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി മൈൻക്രാഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ റെഡിയും കോഡ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ ഇടാൻ പോണ എല്ലാ വീഡിയോസിലും റെഡിയും കോഡ് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുകയാണെങ്കിൽ ഞാൻ റെഡിയും കോഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആദ്യം തന്നെ വീഡിയോ വന്ന് ആ വീഡിയോയിൽ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് റെഡിയും കോഡ് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പരമാവധി ഓണാക്കിയിടുക. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ റെഡിയും കോഡൊക്കെ തന്നെ സ്ഥിതിക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ലൈക്കും ചെയ്യും, ഷെയർ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഇത് അറിയാൻ പാടാത്ത കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരന്മാർ ന്യൂബാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും ലൈക്കും ഷെയറും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അപ്പോൾ അധികം ഒന്നും പറയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ക്യാമറയുടെ ഇതാണ്. നമ്മളിപ്പോൾ ഒരാവശ്യത്തിന് ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരും. നമ്മളിപ്പോൾ സർവൈവലിനെ മാറ്റണമെന്ന് വിചാരിച്ചോ, ഇത് ഇങ്ങനെ ആക്കിയെന്ന് വിചാരിച്ചോ, പിന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ലാഗായിരിക്കും. നമുക്ക് മര്യാദയ്ക്ക് മനസ്സിലാവില്ല. ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കണ്ട. ഇത് തന്നെയാണ്. ഇപ്പോൾ എങ്ങനെ അടുത്ത് നല്ല ക്രീപ്പർ വന്നിട്ടാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ചാവും. അപ്പോൾ ഇത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വരാൻ പോണത്. നേരെ സെറ്റിങ്സിൽ പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ടച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഷോ ക്യാമറ പെർസ്പെക്റ്റീവ് ബട്ടൺ കാണും. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ആയിട്ട് ഒരു കണ്ണിൻ്റെ ചിഹ്നം കാണും. അപ്പോൾ ഈ കണ്ണിൻ്റെ ചിഹ്നം അങ്ങോട്ട് ഞെക്കി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മാറും. ഇത് 1.21.70 ആ റേഞ്ചിലും കണ്ട് തന്നെ അപ്ഡേറ്റിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആ അപ്ഡേറ്റ് ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല. ഇത് നമുക്കിപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഓണാക്കിയിടാം. നമുക്ക് വലിയ സ്പേസോ എന്നല്ല വലുതായിട്ടൊന്നും കാണിക്കണമെന്നില്ല. ഇവിടെ തന്നെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ സ്ക്രീനിൽ വലിയ കഷ്ടപ്പാടൊന്നും വന്നില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അത് അപ്ലൈ ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്ത നേരെ സെറ്റിങ്സിൽ പോയിട്ട് അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഇത് മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കൺട്രോൾ ഓൾറെഡി സെലക്ട് ചെയ്യാൻ പറഞ്ഞു വരും. ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ച് കൺട്രോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇത് കുറച്ച് ലാഗ് ഉണ്ട്, നല്ലോണം ലാഗ് ഉണ്ട്. അതെ, ഇതാണ് ഞാൻ ഇട്ടേക്കണത്. എനിക്കിഷ്ടമായത് ഇതാണ്. പിന്നെ ഇത് ഡീപ്പാഡ് ആണ് പണ്ട് ഉണ്ടായിരുന്നത്. പണ്ട് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെയാണ് ഇത് രണ്ടും വന്നത്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇതെന്തിനാ ഇടണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി പബ്ജി ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് 3 ഫിംഗറൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇതിടാൻ നോക്കുക. പിന്നെ നമുക്ക് ഈ സെറ്റിങ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ സെറ്റിങ്സ് തന്നെ വന്നിട്ട് ഇവിടെ നമുക്ക് ടച്ചിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് കൺട്രോൾ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് കസ്റ്റമൈസ് തന്നെ ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് സൈസ് ഇത്ര സൈസ് മതി. ഞാൻ കസ്റ്റമൈസ് ചെയ്താൽ വീഡിയോ എടുത്തപ്പോൾ അറിയാതെ ഒന്ന് ഇതായിപ്പോയി, ലാഗ് അടിച്ചൊന്ന് ഇതായിപ്പോയി. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതാണ് എൻ്റെ സെറ്റിങ്സ്. കാണാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ സെറ്റിങ്സ്. നിങ്ങൾ ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം. കപ്പാസിറ്റി നമ്മൾ പരമാവധി കുറയ്ക്കുക. പിന്നെ സൈസ് കുറച്ച് വലുതാക്കി വെച്ചോ, ടച്ച് സെൻസ് ആവാൻ വേണ്ടി. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ബട്ടൺ കാണും. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓഫാക്കിയിട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ കാണും. വേണ്ട, ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാലാണ് നമ്മൾ സ്പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് ഓഫാക്കിയിട്ട് നമ്മളിങ്ങനെ ഓടിക്കഴിഞ്ഞാലും സ്പീഡ് വിടില്ല. നമുക്കൊന്ന് രാവിലെ ആക്കട്ടെ, അല്ലെങ്കിൽ ശല്യം മോഹമുണ്ട് ടൈം. നമ്മളിത് ഞെക്കിയിട്ട് ഓടിയാൽ മാത്രം സ്പീഡ് ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് വല്ല ചേസ് വരാൻ നമ്മളിങ്ങനെ തൊട്ട് ഓടാൻ നിൽക്കണം. അതിനും ഭേദം നേരെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ തന്നെ ടച്ചിൽ വന്നു കഴിഞ്ഞാൽ സ്പ്രിൻ്റ് യൂസിങ് ജോയ്സ്റ്റിക്ക് ഉണ്ടോ, ഇത് ഓണാക്കിയിട്ടാൽ മതി. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഇത് നല്ല സ്പീഡിൽ തന്നെ ഓടും. അതുകൊണ്ട് സ്മോബൊക്കെ പെട്ടെന്ന് അടുത്ത് വരുമ്പോൾ നമുക്ക് ഓടാൻ എളുപ്പമാണിത്. അല്ലെങ്കിൽ ചുമ്മാ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇത് ഓണാക്കിയിടുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവാം. അതാണ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട
ഈ UA ആണ് അടുത്ത് തന്നെ മാറ്റാൻ പോകണം. ഈ UA എന്ത് അലമ്പാന്ന് നോക്കിയേ. നമ്മളിത് ഇതിങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇത്രയും വലിയത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിന് എന്ത് കഷ്ടം. ഇത് അന്യായ വലുതായതുകൊണ്ട് അന്യായ ശോകമാണിത്. അതിന് ഭേദം ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ, നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോവുക, പിന്നെ ഇവിടെ വീഡിയോസിൽ വരാം, ഇവിടെ ഈ പോക്കറ്റ് എഡീഷൻ മാറ്റി ഇവിടെ UI പ്രൊഫൈലാണോ അത് പോക്കറ്റ് എഡീഷൻ മാറ്റി ക്ലാസിക് ആക്കാം. അതായത് കഴിയുമ്പോൾ നല്ല ബെറ്റർ ആവും ഗൈസ്. നോക്കിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു PC കളിക്കുന്ന ആൾക്കാരൊക്കെ ഫീൽ വരും. കണ്ട ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. ഇതിനകത്ത് നമുക്കിത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി നല്ല പ്രീമിയം വരും. നമ്മൾ കുറച്ച് ബെറ്റർ പ്ലെയർ ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് തന്നെ ഫീൽ ചെയ്യും കുറച്ചുകൂടി അടിപൊളി. കണ്ട ഇങ്ങനെ നമുക്ക് ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലെയറിന് മാത്രമായിട്ട് കാണാം, ഇങ്ങനെ കാണാം. കാരണം കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കും ഇത് അടിപൊളിയാണെന്ന്. നമ്മളെ തന്നെ തോന്നിക്കുക ഇത് അടിപൊളിയാണെന്ന്. അതുകൊണ്ട് പരമാവധി അത് ഓണാക്കിയിടാം. പിന്നെ അടുത്ത സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ തന്നെ വരാം. ഇവിടെ ഹൈഡ് പേപ്പർ ഡോളായിരിക്കും, അത് ഓഫാക്കുക. ഓണായി കിടക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കിടക്കായിരിക്കും, ഇത് ഓഫാക്കുക. അപ്പോൾ ഓഫായി കഴിയുമ്പോൾ നമ്മുടെ തന്നെ മിനി വേർഷൻ ഇവിടെ വരണം വരും. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, നമ്മുടെ തന്നെ ഒരു മിനി വേർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ നടക്കലൊഴിച്ച് ബാക്കി എന്ത് ചെയ്താലും നടക്കലൊഴിച്ച് ബാക്കി നമ്മൾ എന്ത് ഓടാണെങ്കിലൊക്കെ നമ്മുടെ മിനി വേർഷൻ അവിടെ വരും. അതുപോലെ ഇത് കുറച്ചും നല്ല രസമാണ്. നമുക്കാണ് നമ്മുടെ സ്കിൻ തന്നെ നമുക്ക് കണ്ട് രസിക്കാൻ തോന്നും. ഇങ്ങനെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളിയാണ് ഈ സ്കിൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് 1 to 10 സ്കെയിലൊന്ന് റേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് അടിപൊളി സ്കിന്നാണോ അല്ലയോ എന്ന്. പരമാവധി നിങ്ങൾ റേറ്റ് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സെറ്റിങ്സിൽ പോയി ഇവിടെ ഷോ കോർഡിനേറ്റ്സും ഡേ പ്ലേഡൊക്കെ അറിയാവുന്നതാണ്, എന്നാലും പറഞ്ഞേക്കാം. ഇത് ഓണാക്കിയിട്ട് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മൾ എത്ര ദിവസം കളിച്ചു, റിയൽ ലൈഫല്ല ഗെയിമിൽ എത്ര ദിവസം കളിച്ചു, പിന്നെ ഇത് നമ്മുടെ ബ്ലോക്കിൻ്റെ കോർഡിനേറ്റ്സൊക്കെ നമുക്ക് കാണിച്ചു തരും. കോർഡിനേറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇതല്ലെങ്കിൽ ഇത് കൂടും. കണ്ട ഇത് കൂടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇത് കൂടും, അതിങ്ങനെ കുറയും. ഇതിങ്ങനെ നമ്മൾ ഓരോ ബ്ലോക്ക് അനുസരിച്ചാണ് ഇത് ഓരോ കോർഡിനേറ്റ്സ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈറ്റാണ്. നമ്മൾ ഓരോ പൊക്കത്തിൽ പോകുമ്പോൾ ഹൈറ്റ് കുറയും കൂടും. കണ്ട ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഓണാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ പ്ലേ ആയിട്ട് തോന്നും. അത് എല്ലാവരും ഇടാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D-pad കളിക്കുന്നവർക്ക് ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഫീച്ചറാണിത്. D-pad കണ്ട ഇത് കളിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മതിച്ച വട്ടാണ് കൈസ് ഇവിടെ കാണാം. ഈ വട്ട അന്യായ ബോറിംഗ് ആണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അന്യായ ലമ്പാണ് കൈസ്. കണ്ടോ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത്. ഞാൻ അല്ലെങ്കിൽ D-pad ഇപ്പോൾ കളിക്കാറില്ല, പണ്ട് കളിക്കാറുണ്ട്, ഇപ്പോൾ കളിക്കാറില്ല. ഇത് എങ്ങനെ മാറ്റണമെങ്കിൽ നേരെ സെറ്റിങ്സിൽ പോവാം. ടച്ചിൽ പോയിട്ട് ഇവിടെ സ്പ്ലിറ്റ് കൺട്രോൾ ഉണ്ടാവും. സ്പ്ലിറ്റ് കൺട്രോൾ ഇത് ഓണാക്കണം. അപ്പോൾ ഇതുണ്ടോ ഇത് അടിപൊളിയാവും. കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് തോന്നും. ഒരു PC ഫീൽ നമുക്ക് തോന്നും. ഇങ്ങനെ തൊടാനോടത്ത് തന്നെ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇത് എവിടെയാണോ വെച്ചാൽ അവിടെ തന്നെ ഇതാവും. ഞാൻ എന്തായാലും D-pad അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ലേ D-pad. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ടച്ചിൽ പോയിട്ട് ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കളിക്കാൻ ശ്രമിക്കും. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് ബ്ലോക്കിൻ്റെയാണ്. ഈ പിക്കപ്പ് ബ്ലോക്കിൻ്റെ ഇത് നമുക്ക് കസ്റ്റമൈസും ചെയ്യാൻ പറ്റും. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അലമ്പാണ്. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് സൈസ് കുറയ്ക്കുക, എന്നിട്ട് കപ്പാസിറ്റി കുറയ്ക്കുക, എന്നിട്ട് ഡൺ ചെയ്യുക. ഇത് ക്രിയേറ്റീവിൽ മാത്രമേ യൂസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അല്ലാത്ത യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. എനിക്ക് ക്രിയേറ്റീവിൽ മാത്രം, സർവൈവലിൽ യൂസ് ആവുമെന്ന് എനിക്കറിയില്ല. ക്രിയേറ്റീവിൽ നമുക്ക് ഇങ്ങനെ ഓരോ ബ്ലോക്ക് നോക്കിയിട്ട് ഇതിന് ഇത് ചെയ്യാം. കണ്ടോ നമ്മളിപ്പോൾ ഏതിലും നോക്കിയിട്ട് ഞെക്കിയാൽ മതി, നമുക്ക് അപ്പം തന്നെ ബ്ലോക്ക് ഇട്ട് നമ്മൾ ചുമ്മാ ഇൻവെൻട്രി പോയി കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷേ ക്രിയേറ്റീവിൽ മാത്രമേ വർക്ക് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സർവൈവലിൽ വല്ല ഗുണം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടുക. എല്ലാവരും പറഞ്ഞുതരാം, എനിക്കറിയില്ല, അതാണ് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനറലാണ്, മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ ഉള്ളതാണ്. നിങ്ങളിത് ഇവിടെ ഓൺ വിത്ത് വൈഫൈ ഓർ മൊബൈൽ ഡേറ്റ പരമാവധി ഓണാക്കിയിടുക. അതാകുമ്പോൾ നമുക്ക് മൊബൈൽ ഡേറ്റ വെച്ച് കളിക്കാം, വൈഫൈ വെച്ച് കളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ തന്നെ രണ്ട് ആൾക്കാരും ഒരേ ഫോണിൽ തന്നെ ഏതെങ്കിലും ഒരു ഫോണിൽ തന്നെ വൈഫൈ കണക്റ്റാക്കി വെക്കണം. അപ്പോൾ ഇത് എന്തായാലും ചെയ്യാം. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഈ ഓൺലി അലൗ ട്രസ്റ്റഡ് സ്കിൻ എന്നുള്ളത് ഇത് ഓണാക്കിയിടണം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഓണായിരിക്കും കിടക്കണം, ഇത് ഓഫാക്കണം. നമ്മളിപ്പോൾ കൂട്ടുകാരന്മാരായിട്ട് കളിക്കുമ്പോൾ അവരുടെ പുതിയ നല്ല അടിപൊളി സ്കിന്നൊക്കെ ഇട്ടുകൊണ്ടാണെങ്കിൽ നമുക്ക് ആ സ്കിൻ കാണാൻ പറ്റില്ല. ഇത് ഓണായി കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റീവോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെയുള്ള ക്യാരക്ടറിനൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. ഇത് ഓഫാക്കിയാലാണ് അവരുടെ സ്കിൻ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് സ്കിൻ കാണാൻ പറ്റുള്ളെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോ ഇടാം. ഇത് ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് സ്കിൻ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിലും പറ്റുള്ളെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എനേബിൾ ഗെയിം പോസ് ബട്ടൺ
ആദ്യം തന്നെ ഓഫാക്കാതെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആ ഷീപ്പിൻ്റെ അടുത്ത് പോവാം. അതെ, ഈ ഷീപ്പിൻ്റെ അടുത്ത് എത്തിയില്ലേ. നമ്മളിപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ സെറ്റിങ്സ് എടുത്ത് കഴിയുമ്പോൾ അതെല്ലാം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അനങ്ങുന്നുണ്ട്. കണ്ട, ഇതാണ് പ്രശ്നം. നമ്മൾ ഇപ്പോൾ വല്ല ക്രീപ്പറിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ എങ്ങനെ ഇത് ഓണായി കഴിയുമ്പോൾ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രീപ്പർ അവിടെ വന്ന് പൊട്ടും. നമ്മൾക്ക് പോസ് ആവില്ല, ഗെയിം പോസ് ആവില്ല. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അത് അനേബിൾ ചെയ്തിട്ട് കഴിയുമ്പോൾ ഗെയിം പോസ് ആവും. ഞാൻ കാണിച്ചു തരാം. ഗെയിം പോസ് ഔട്ടാ. ഇപ്പോൾ ഇവിടെ അനങ്ങണ സംഭവം ഉണ്ടോ നോക്കട്ടെ. ഈ കോഴി ഇവിടെ ഇല്ലേ, ഇത് നമ്മൾ ഇവിടെ കണ്ട പോസായി. ഗെയിം പോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് കാണിച്ചാണുണ്ടോ. ഇതാണ് ഇത് ഓണാക്കിയതാണ്. ഈ ക്രീപ്പറൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ തൊടാണെങ്കിൽ വലിയ ഡേഞ്ചർ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി അത് ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസിലാണ്. പിന്നെ ഇത് വിസിബിൾ മാറ്റിയിട്ട് ആദ്യം തന്നെ ഇത് കാണിച്ചു തരാം. വിസിബിൾ മാറ്റിയിട്ട് ഹിഡൻ ജോയ്സ്റ്റിക്ക് ആക്കിയിടാം. അത് നമ്മുടെ സ്ക്രീൻ അധികം എടുക്കൂല. അതുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ ജോയ്സ്റ്റിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എവിടെ തൊട്ട് വലിച്ചാലും കണ്ട വർക്കാവും. കണ്ട, അതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ട് നമ്മൾ സ്ക്രീൻ ചുമ്മാ കണ്ട് ഇതാവില്ല, നമ്മുടെ വിരൽ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ ഈ മതിച്ച ജോയ്സ്റ്റിക്ക് ഇങ്ങനെ കാണും. അതിനും ഭേദം ഇതാണ് നല്ലത്. ഞാൻ പറയണത് ബെറ്റർ പരമാവധി ഓണാക്കിയിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേത് ഓണാക്കിയിടാം, അല്ലെങ്കിൽ ഇത് എന്താണ് നല്ലത്. പക്ഷെ നമ്മൾ എവിടെ തൊട്ടാലും വർക്കാവും. അതിൻ്റെ അടുത്ത് അവിടെ തൊട്ടാലും വർക്കാവും. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അപ്പോൾ അതും എന്തായാലും ഓണാക്കിയിടാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോസിൽ പോയിട്ട് ഔട്ട്ലൈൻ ഓണാക്കിയിട്ട് കഴിയുമ്പോൾ ഈ ബ്ലോക്കുകൾക്ക് ചുറ്റും ഇങ്ങനൊരു സംഭവം കണ്ട. ഇത് ഓഫായി കിടക്കുമ്പോൾ ഒരു വെള്ള കളർ സംഭവമായിരിക്കും തന്നെ. അതാകുമ്പോൾ കുറച്ചുകൂടി ബ്ലോക്ക് ഇത് ചെയ്യണേ, എന്താ പറയുക, ബ്ലോക്ക് കുറച്ചും കൂടി സെലക്ട് ആയിരിക്കുന്നത് മനസ്സിലാവണത് അതിലാണ്. പക്ഷേ കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ വൈറ്റ് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലോക്ക് കുറച്ചുകൂടി സെലക്ട് ആയിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി കാണാൻ രസം മറ്റേതാണ്. ഇതുണ്ട് ഇങ്ങനെ വെളുത്ത് വരും. അതിന് ഭേദം ആ ഔട്ട്ലൈൻ ഓണാക്കിയിടുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി രസം തോന്നും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ഇത് ഏതാതി കാര്യം പറഞ്ഞാൽ ബ്ലോക്ക് നമുക്ക് ഇതുണ്ട്. ഇതൊരു ബെറ്റർ ഫീൽ നമുക്ക് തോന്നും. കുറച്ചുകൂടി നല്ല ഫീൽ നമുക്ക് തോന്നും. കണ്ട, ആ ബ്ലോക്കിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പിൽ വരും. എന്തായാലും നിങ്ങൾ പരമാവധി അത് ഓണാക്കിയിടാൻ നോക്കാം. ഇത് ഓണാക്കിയിടാണ് നല്ലത്. പിന്നെ സെറ്റിങ്സിൽ പോവാം. പിന്നെ നമ്മൾ ഇപ്പം കോർഡിനേറ്റ്സ് കോപ്പി ചെയ്യണമല്ലോ. നമ്മൾ ഈ ടൈപ്പ് ചെയ്തെടുക്കുന്നത് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നമ്മൾ ഈ വീടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കമാൻഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കോർഡിനേറ്റ്സ് ഇങ്ങനെ കോപ്പി എഴുതി എടുത്ത് വെക്കണം. അല്ലെങ്കിൽ മനസ്സിൽ ആലോചിച്ച് വെക്കണം. അതിന് പേര് എനേബിൾ ടു കോപ്പി ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിത് കമാൻഡിൽ പോയി ഇവിടെ നമുക്ക് മൈ പൊസിഷൻ കാണാൻ വന്നിട്ട് കഴിയുമ്പോൾ ബ്ലോക്ക് പൊസിഷൻ കാണാം. ബ്ലോക്ക് പൊസിഷൻ ഓണാക്കിയാണെങ്കിൽ നമ്മൾ ഏത് ബ്ലോക്കിലാണ് നിൽക്കണമെന്ന് കാണിക്കും. മൈ പൊസിഷൻ കാണിക്കുകയാണെങ്കിൽ ബ്ലോക്കിൽ ഏത് സ്ഥലത്താണ് നിൽക്കണമെന്ന് കാണിക്കും. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുവരെയും കാണിക്കും. അതാണ് ബ്ലോക്ക് പൊസിഷൻ ഇട്ടിട്ട് നമ്മളിവിടെ കോപ്പി വട്ടം ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കോപ്പിയോ ഇത് ഞെക്കി കഴിഞ്ഞാൽ തന്നെ പേസ്റ്റ് ആവും. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പരമാവധി അത് ഓണാക്കിയിടാൻ നോക്കാം നിങ്ങൾ. എന്നിട്ട് നേരെ സെറ്റിങ്സ് ചെയ്യുന്നതിന് അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിലാണെന്ന് തോന്നുന്നു. അതെ, ഇത് നമ്മൾ മൾട്ടിപ്ലെയറും കളിക്കുമ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടില്ല, രണ്ടുപേരൊക്കെ കളിക്കും. മൾട്ടിപ്ലെയർ കളിക്കാമെന്ന് വെച്ചാൽ യൂട്യൂബ് പ്ലേയേഴ്സ് അവരിങ്ങനെ ചെയ്ത് കളിച്ച് ഒരാൾ കിടന്നുറങ്ങും, അപ്പോൾ തന്നെ രാവിലെ ആവും. മറ്റാൾ കിടന്നുറങ്ങേണ്ട ആവശ്യം വരില്ല. അതിന് വേണ്ടിയാണ് ഇത് നമ്മളിപ്പോൾ ഇത് 100% ആയിരിക്കും കിടക്കണം. അത് 100% ആയിരിക്കും കിടക്കണേ. അപ്പോൾ നമ്മൾ എത്ര പേര് വേൾഡിലുണ്ട് അവരെല്ലാവരും കിടന്നുറങ്ങാം. അത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. 1% 0% ആക്കി കഴിയുമ്പോൾ രാത്രി ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടത്. 1% ഓണാക്കിയിടാണെങ്കിൽ ഒരാൾ ബെഡിൽ കിടന്നാൽ മതി. അപ്പം തന്നെ ഇത് നൈറ്റ് കഴിയും. അപ്പം തന്നെ നൈറ്റ് മാറി ഒരാൾ കിടന്നു കഴിയുമ്പോൾ തന്നെ രാവിലെയാവും. എല്ലാവർക്കും കിടക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഈ റേഡിയസ് സ്പോൺ റേഡിയസ് ഇത് ആണെങ്കിൽ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വേൾഡ് സ്പോൺ സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ, എവിടെയെങ്കിലും അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു കൂടാരം പോലെയൊക്കെ പണിതെന്ന് വിചാരിച്ചു. ചെറിയ കൂടാരം, ആ ബ്ലോക്ക് മാത്രമായിട്ട് കൂടാരം പണിതെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ 10 20 കിടക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് പണിത് കഴിഞ്ഞാലും എന്താ പറയുക, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ചത്ത് സ്പോണായി കഴിയുമ്പോൾ നമ്മൾ 10 ബ്ലോക്കൊക്കെ മാറിയായിരിക്കും കിടക്കുക. ഫസ്റ്റ് ഒരു ബ്ലോക്ക് തന്നെ കിടക്കണമെങ്കിൽ 1 ബ്ലോക്കിൽ കിടക്കണമെങ്കിൽ അപ്പോൾ ആ ബ്ലോക്കിൽ തന്നെ നമ്മൾ സ്പോണാവും. ഏത് ബ്ലോക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം ആ ബ്ലോക്കിൽ തന്നെ സ്പോണാവും. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അത് നമ്മൾ ഓണാക്കിയിടാം.
പിന്നെ ഗൈസ് നിങ്ങളുടെ എല്ലാവരും ഗ്രാഫിക്സ് ഈ ഫാൻസി ആയിരിക്കും കിടക്കണം, പരമാവധി സിമ്പിളാക്കിയിടുക. കാരണം അന്യായ ലാഗെന്ന് പറഞ്ഞാൽ അന്യായ ലാഗായിരിക്കും ഗൈസ്. എനിക്ക് തന്നെ ഞാൻ ആദ്യം ഇത് കിടന്നത് ഫാൻസസിയിലെങ്ങാണ്ടാണ്. അപ്പം ഞാൻ കളിച്ചപ്പോൾ അന്യായ ലാഗെന്ന് പറഞ്ഞാൽ അന്യായ ലാഗ് ഗൈസ്, അടിച്ചു പോണ ലാഗായിരുന്നു അത്. എനിക്ക് ദേഷ്യമൊന്നും ലാഗുകയെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി സിമ്പിൾ ഇടുക. പിന്നെ ഈ ചങ്ക് ഡിസ്റ്റൻസ് നിങ്ങളുടെ ഫോണിൻ്റെ റാം ഏതാണോ അതനുസരിച്ച് ഇടുക. എൻ്റെ 6 പക്ഷേ ഇത് 8 കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ 8 ഇട്ട വലിയ സീനൊന്നുമില്ല. 4 ഉള്ളെങ്കിൽ ഒരു 6 ഇട്ടാൽ മതി. 6 ഉണ്ടെങ്കിൽ ഒരു 8 ഇടാം, 8 ഉണ്ടെങ്കിൽ ഒരു 12 ഇടാം. അങ്ങനെ നോക്കിയിടാം ഗൈസ്. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയി. പിന്നെ നിങ്ങൾക്ക് വേറെ TNTസിൻ്റെ ഗെയിമിൽ ആകെ ഒരു TNT ഉള്ളൂ. ആ TNT അല്ലാണ്ട് വേറെ TNTസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഓരോ TNTസിൻ്റെ പവർ അനുസരിച്ചുള്ള ഇതിൻ്റെ അകത്തുള്ളൊരു മോഡ് ഞാൻ കാണിച്ചാൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇടുന്നതും നിങ്ങൾ പരമാവധി അത് വേണം വേണ്ടിയൊന്ന് കമൻറ്റ് ഇടാം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ കുറച്ചു നേരം മുന്നേ തന്നെ റെഡി മോഡ് ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരാളും പേടിക്കേണ്ട. ഇപ്പം വേറെ ആരും എടുത്തിട്ടുണ്ടാവും. കണ്ടുള്ളെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കിയിടുക. നേരെ അടുത്ത വീഡിയോ വരുന്നു, ആ വീഡിയോയിൽ കയറി കാണുന്നു. ആ വീഡിയോ നോട്ടിഫിക്കേഷൻ ടൈമാണ് ബെല്ലൈക്കൺ ഉണ്ടാവാണ്. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ന്യൂബായ കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. പീസ് ഔട്ട്.